കേരളത്തിൽ ഇതുവരെ റിലീസായതിൽ ഏറ്റവും അധികം വയലൻസ് ഉള്ള ഒരു സിനിമയാണ് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ. എന്തൊക്കെയാണെങ്കിലും ഉണ്ണി മുകുന്ദൻ എന്ന നടനെ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആക്കി വളർത്താനായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ മൂവിക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഡിസംബർ 20 റിലീസ് ചെയ്ത ആ ഒരു മൂവി വെറും 3 ദിനങ്ങൾ കൊണ്ട് തന്നെ 50 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാർക്കോ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്ന മെയിൻ സ്ട്രീം കഥാപാത്രങ്ങൾ എത്ര രൂപയാണ് തന്റെ സാലറി ഇനത്തിൽ വാങ്ങിയിട്ടുള്ളത്, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. മാർക്കോ മൂവി കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ പറയുന്നത് കബീർ ദുഹാ സിംഗ് ആണ്. മാർക്കോയിലൊരു വില്ലൻ കഥാപാത്രം ചെയ്തിരുന്ന കബീർ ഏറ്റവും കൂടുതൽ കേരളീയർക്ക് പ്രിയങ്കരനായത് ടെർബോ സിനിമയിലെ മമ്മൂട്ടിയുടെ വില്ലനായി വന്നുകൊണ്ടാണ്. അദ്ദേഹം 35 ലക്ഷം രൂപയാണ് ഈ ഒരു മാർക്കോ മൂവിയിൽ അഭിനയിക്കാനായിട്ട് വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തതായി പറയുന്നത് ജഗദീഷ് നമുക്കറിയാം, ഒരുപാടധികം കോമഡി കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് കേരളത്തിലെ ഒരുപാടധികം ജനങ്ങൾക്ക് പ്രിയങ്കരനായിട്ടുള്ള ഒരു അഭിനേതാവാണ്. അദ്ദേഹം ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷമാണ് ഈ പറയുന്ന മാർക്കോ മൂവിയിൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം 40 ലക്ഷം രൂപയാണ് തൻ്റെ സാലറി ഇനത്തിൽ വാങ്ങിയിരിക്കുന്നത്. അടുത്തതായി പറയുന്നത് സുദീവ് നായർ ഒരുപാടധികം സിനിമകളിൽ കേരളത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കോ മൂവി ആദ്യമായിട്ട്, അല്ലെങ്കിൽ മാർക്കോ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആദ്യമായിട്ട് വന്ന മിഖായിൽ എന്ന് പറയുന്ന സിനിമയിലും ഒരു വില്ലൻ കഥാപാത്രം സുദീവ് നായർ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 40 ലക്ഷം രൂപയാണ് തൻ്റെ സാലറി ഇനത്തിൽ വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് കലാഭവൻ ഷാജോൺ 30 ലക്ഷം രൂപയാണ് തൻ്റെ സാലറി ആയിട്ട് മാർക്കോ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് സിദ്ദിഖും ഈ പറയുന്നത് പോലെ മിഖായിൽ എന്ന സിനിമയിൽ ഒരു വില്ലൻ കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. 40 ലക്ഷം രൂപ തന്നെയാണ് അദ്ദേഹത്തിന്റെ സാലറി ആയിട്ട് മാർക്കോ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് അഭിമന്യു ഷമ്മി തിലകന്റെ മകനായിട്ടുള്ള അഭിമന്യു ആദ്യമായി അഭിനയിക്കുന്ന ചിത്രമാണ് മാർക്കോ. അദ്ദേഹം തന്റെ സാലറി ആയിട്ട് 15 ലക്ഷം രൂപയാണ് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് യുക്തി ഒരു തെന്നിന്ത്യൻ നടിയാണ്. പുള്ളിക്കാരത്തിയാണ് ഈ ഒരു മാർക്കോ മൂവിയിലെ ഹീറോയിൻ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. യുക്തി തൻ്റെ സാലറി ഇനത്തിൽ മാർക്കോ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് 50 ലക്ഷം രൂപയാണ്. അടുത്തതായി പറയുന്നത് ആൻസൺ പോളും ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് 15 ലക്ഷം രൂപയാണ് തൻ്റെ സാലറി ഇനത്തിൽ വാങ്ങിയിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് ധ്രുവ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഇൻസ്റ്റഗ്രാം മോഡലൊക്കെ ആയിരുന്നു. പുള്ളിക്കാരത്തി ഒരു മാർക്കോ മൂവിയിൽ അഭിനയിക്കാനായിട്ട് 8 ലക്ഷം രൂപയാണ് വാങ്ങിയിട്ടിരിക്കുന്നത്. അടുത്തതായി പറയുന്നത് ഉണ്ണി മുകുന്ദൻ ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് 1 കോടി രൂപയാണ് തൻ്റെ സാലറി ഇനത്തിൽ വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ബാനറിൽ വരുന്ന ഒരു സിനിമയായതുകൊണ്ട് തന്നെ വീണ്ടും ഇതിൻ്റെ ഷെയർസും കാര്യങ്ങളൊക്കെ ഉണ്ണി മുകുന്ദന് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആയിട്ട് ഉണ്ണി മുകുന്ദനെ വളർത്താനായിട്ട് സാധിക്കുന്ന ഒരു മൂവിയാണ് മാർക്കോ. ഇത്രയും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ കിട്ടിയതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു സിനിമക്ക് പാർട്ട് 2ഉം 3 ഒക്കെ പ്രതീക്ഷിക്കാം. പല വീഡിയോസിലും ഉണ്ണി മുകുന്ദൻ തന്നെ ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും മാർക്കോ മൂവി കണ്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്